ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളും നമ്മളെ കുറച്ച് കസിൻസ് എല്ലാവരും കൂടി മുത്തപ്പൻകാവ് പോയിട്ടുണ്ടായിരുന്നു. മുത്തപ്പൻകാവ് പോയി തിരിച്ച് വരുമ്പോൾ നമ്മൾ അധിക ടൈമിലും കയറുന്ന ഒരു സ്ഥലമാണ് ഈ സ്നേക്ക് പാർക്ക്. എവിടെയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് റേറ്റും കുറവാണ്. പക്ഷേ അതേപോലെ തന്നെ ഒരുപാട് തരം പാമ്പുകൾ അവിടെ ഉണ്ട്. പാമ്പുകൾ മാത്രമല്ല സ്നേക്ക് പാർക്കിൽ, കുരങ്ങന്മാരുണ്ട്, മീനുണ്ട്, കുറേ വെറൈറ്റി ജന്തുക്കൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഓരോന്നായിട്ട് കണ്ടങ്ങ് പോവാം. മുന്നേ ഒക്കെ എല്ലാ പ്രാവശ്യവും പറശ്ശിനിക്കടവ് പോകുമ്പോഴും ഈ പാർക്കിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇവിടെ പോകാറേയില്ല. അപ്പോൾ 1-2 കൊല്ലത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ മൃഗങ്ങളെയും ഓരോന്നായിട്ട് കണ്ട് ഈ വീഡിയോൻ്റെ എൻഡ് വരെ പോവാം. ആരും സ്കിപ്പ് അടിക്കരുത്. ഇതാ നമ്മുടെ ആമച്ചേട്ടൻ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. കാരാമ ആരെയോ കാത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ മരപ്പട്ടി ചേട്ടനാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. നമ്മുടെ കുരങ്ങൻ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. കുരങ്ങൻ ചേട്ടൻ്റെ കയ്യിൽ എന്തൊക്കെയോ കവറൊക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണെന്ന് തിരിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കയ്യിലൊരു കവറുണ്ട്. ആ കവറും കടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുരങ്ങൻ ചേട്ടൻ. കൂടെ കുറേ പേരുണ്ട് കൂട്ടിന്. പിന്നെ ഇവിടെ പോകുന്ന എല്ലാവരും കയ്യിൽ കിടക്കുന്ന കവറോ നമ്മളെ കയ്യിലുള്ള സാധനം വെയിറ്റ് കൊടുക്കാൻ നിൽക്കരുത്. കാരണം എന്താ പറഞ്ഞാൽ ചില ഫുഡും കാര്യങ്ങളൊക്കെ ഇവർക്ക് പിടിക്കണമെന്നില്ല, അസുഖങ്ങൾ വരാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തന്നെ കവർ ഇതൊന്നും ഇട്ട് കൊടുക്കരുത്. പോവുക, കാണുക, എൻജോയ് ചെയ്യുക, ഫാമിലിയും കുട്ടികളും എല്ലാവരുമായിട്ട് പോയിട്ട് കണ്ടിട്ട് വരിക. അല്ലാണ്ട് അവിടെയുള്ള ആൾക്കാരോ ഇതിനൊന്നും ഉപദ്രവിക്കാതെ നശിപ്പിക്കുകയൊന്നും ചെയ്യാതെ പോയിട്ട് കണ്ടിട്ട് വരിക. അടുത്തതായിട്ട് നമ്മുടെ നക്ഷത്രത്തിന് ചേർന്ന മരങ്ങളാണിത്. ഇതിൽ നിങ്ങളുടെ നക്ഷത്രത്തിനുള്ള മരം ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയും. അടുത്തതായിട്ട് നമ്മളെ എമ്മുമോളാണ്. എമ്മുമോൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ഇവരെ കണ്ടുവരുന്നത് ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ തന്നെ ഇവർക്ക് അപ് ടു 50 km/h ഓടാനുള്ള കഴിവുമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓസ്ട്രിച്ച് ഈ ഒരു ഇനത്തിൽ പറക്കാൻ കഴിയാത്ത പക്ഷികളിൽ പെട്ടൊരു ബേർഡാണ്. ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് പക്ഷികൾ ഇവിടെ ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഡയറക്റ്റ് പോയി കാണുക. എൻ്റെ മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ സമയമായി. അങ്ങനെ തന്നെ ഇവിടുന്ന് പറന്നിറങ്ങാനും പറന്നു പോകാനും ഇതിന് ഹെലികോപ്റ്റർ വരെയാണ്. ജസ്റ്റ് കിഡിങ്, അത് ജസ്റ്റ് ഡമ്മിയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇനി നമുക്ക് കുറച്ച് ചെറിയ പാമ്പുകളെയൊക്കെ കാണാം. പക്ഷേ ഇവന്മാർ ചെറുതാണെങ്കിലും നിങ്ങൾ വിചാരിക്കരുത് തീരെ വിഷമില്ലാന്ന്. ആ കാണുന്ന വലിയ സാധനത്തെക്കാളും വിഷം ഇതേ ഈ കുഞ്ഞു പാമ്പുകൾക്ക്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇതേ വീട്ടിലോട്ട് പോകാൻ നോക്കുവാണ്. അങ്ങനെ വന്നതിൽ എന്തായാലും ഹാപ്പിയാണ്. എല്ലാവരും ഒന്ന് വരിക, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുക. അതിന് മാത്രം പൈസയൊന്നുമില്ല. പിന്നെ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി ആരെങ്കിലും മുത്തപ്പൻകാവിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് പോവാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനെയും ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു 2 ആഴ്ച ആയിട്ടുള്ള നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അതിനുള്ളിൽ 200 സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.